മാപ്പെഴുതി കൊടുത്തില്ല സാർ. അവർ എവിടെയും പിന്മാറിയില്ല, അവർ ആരുടെയും ചെരുപ്പ് നക്കുകയില്ല. ഹൃദയസ്പർശിയായ വാക്കുകൾ, ചരിത്രത്തോടുള്ള ആദരവ്, മികച്ച അവതരണം. പക്ഷെ ആ നിമിഷം എൻ്റെ മനസ്സിൽ ഉയർന്നത് ഒരു ചോദ്യമാണ്. എത്രത്തോളം കാപട്യം കാണിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയും? കാരണം ആ 4 പോരാളികൾ കഴുമരത്തിലേക്ക് നടന്നു കയറിയ അതേ കാലത്ത് അവരുടെ നേതാവിനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് വിളിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ പാർലമെന്റിൽ ഒരു MP വികാരാധീനനാകുന്നു. തൊണ്ടയിടറുന്നു, കണ്ണുകൾ നിറയുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 4 പോരാളികളെ ബ്രിട്ടീഷുകാർ കഴുമരത്തിലേറ്റിയ അവസാന നിമിഷങ്ങൾ അദ്ദേഹം വിവരിക്കുകയാണ്. 1943 സെപ്റ്റംബർ 10 പുലർച്ചെ മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ 4 ചെറുപ്പക്കാരെ തൂക്കിലേറ്റാൻ കൊണ്ട് ബ്രിട്ടീഷുകാർ നിർത്തി. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഒന്ന് ഭൗജ സിംഗ്, മറ്റൊന്ന് ബർദാൻ, പിന്നെ 2 മലയാളികൾ, അനന്തൻ നായർ, INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. 4 സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാളികൾ. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. ഒരേ സമയം 2 പേരെയാണ് തൂക്കിലേറ്റാൻ കഴിയുക. വക്കം അബ്ദുൽ ഖാദറിനെയും ഭൗജ സിംഗിനെയും ഒരുമിച്ചും അനന്തൻ നായരെയും അതോടൊപ്പം ബർദാനെയും ഒരുമിച്ചുമായിരുന്നു തൂക്കിലേറ്റാൻ നിശ്ചയിച്ചത്. ആ കൊലക്കേറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വക്കം അബ്ദുൽ ഖാദർ INA ഹീറോ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് തിരുത്തി എഴുതണം. എന്താ എന്റെ ഉദ്ദേശം? എന്നെയും എന്റെ ചങ്ങാതി അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റണം. ബ്രിട്ടീഷുകാർ ചോദിച്ചു, എന്തിന്? അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഞാൻ മുസ്ലിം, അനന്തൻ നായർ ഹിന്ദു. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഈ ബലിത്തറയിൽ ഒരു ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിങ്ങൾക്കു നേരെ ശിരസു നീട്ടി തന്നുവെന്ന് നാളെയുടെ ചരിത്രം എഴുതട്ടെ. സാർ, ബ്രിട്ടീഷുകാർ തിരുത്തി എഴുതി അനന്തൻ നായർ എന്ന ഹിന്ദുവിനെയും വക്കം അബ്ദുൽ ഖാദർ എന്ന മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിലേറ്റി. അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറിയില്ല, മാപ്പെഴുതി കൊടുത്തില്ല സാർ. അവർ എവിടെയും പിന്മാറിയില്ല, അവർ ആരുടെയും ചെരുപ്പ് നക്കുകയില്ല. നീ വലിയവനാടാ. ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നിങ്ങൾക്കറിയില്ല എങ്കിൽ ആ കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നോക്കാം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഒരു രഹസ്യ ഇന്റലിജൻസ് സംഘമുണ്ടായിരുന്നു. പെനാങ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ച ആ സംഘത്തിൽ 2 മലയാളികളും ഉണ്ടായിരുന്നു, വക്കം അബ്ദുൽ ഖാദറും അനന്തൻ നായരും. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വിവരശേഖരണം നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം. വളരെ അപകടകരമായിട്ടുള്ള, ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ദൗത്യം. അങ്ങനെയിരിക്കെ 1942 സെപ്റ്റംബർ 27 രാത്രി മലബാർ തീരത്ത് വെച്ച് ബ്രിട്ടീഷുകാർ അവരെ പിടികൂടുന്നു. ഈ തീയതി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. 1942 സെപ്റ്റംബർ മാസം 27. അത് എന്തുകൊണ്ട് ഓർത്തു വെക്കണം എന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ അത് അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതിനുശേഷം ഇവരുടെ വിചാരണ നടക്കുന്നു. അതിൽ 5 പേർക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്നു. ഒടുവിൽ ബോണിഫസ് പെരേര എന്നയാളിൻ്റെ വധശിക്ഷ ഒഴിവാക്കുന്നു. ബാക്കി 4 പേർക്ക്, അതിൽ വക്കം അബ്ദുൽ ഖാദർ ഉണ്ട്, അനന്തൻ നായരുണ്ട്, സത്യേന്ദ്ര ബർദാനുണ്ട്, ഫൗജ സിംഗ് ഉണ്ട്. ഈ ആൾക്കാർക്ക് വധശിക്ഷ ഉറപ്പിക്കപ്പെടുന്നു. അടുത്ത ദൃശ്യം 1943 സെപ്റ്റംബർ 10 നമ്മൾ കാണുന്നത് മദ്രാസ് സെൻട്രൽ ജയിലാണ്. യാതൊരു വിധത്തിലുള്ള ഭയവുമില്ലാതെ, ചെയ്ത കാര്യത്തിൽ ഒരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ലാതെ ആ 4 ചെറുപ്പക്കാർ കഴുമരത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ജയ് വിളിച്ച്, നമ്മുടെ ഭാരതത്തിന് ജയ് വിളിച്ച്, ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് വന്ദേമാതരം ഈണത്തിൽ ചൊല്ലി 25ഉം 30ഉം വയസ്സ് പോലും തികയാത്ത ആ ചെറുപ്പക്കാർ അങ്ങനെ കഴുമരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, കുടുംബങ്ങളുണ്ടായിരുന്നു, ഭാവിയുണ്ടായിരുന്നു. അതെല്ലാം അവരവരുടെ രാജ്യത്തിനായി വെച്ചൊഴിഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിലൂടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി അവരുടെ സർവസ്വവും രാജ്യത്തിനു വേണ്ടി ത്യജിച്ചിട്ടാണ് അവർ കഴുമരത്തെ പോകാനായി പോയത്. ഇതാണ് A.A. റഹീമിനെ വികാരാധീനനാക്കിയ ആ ചരിത്രം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. ഇതാണ് സത്യത്തിൽ ഏതൊരു ഇന്ത്യക്കാരനെയും വികാരാധീനനാക്കേണ്ടുന്ന ചരിത്രം. പക്ഷെ ഇനിയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. ഖാദറും അനന്തരും അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം ഞാൻ നിങ്ങളോടൊന്ന് ഓർത്തു വെക്കാനായിട്ട് പറഞ്ഞിരുന്നു. 1942 സെപ്റ്റംബർ മാസം 27. അതേ ദിവസം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള പീപ്പിൾസ് വാറിൽ ഭവാനി സെൻ എഴുതിയ ലേഖനത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അവർ വിശേഷിപ്പിച്ചത് എന്താണ് എന്ന് നമ്മൾ അറിയണം. രാജ്യദ്രോഹി അഥവാ ട്രൈറ്റർ. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അദ്ദേഹം സ്ഥാപിച്ചിരുന്ന ഫോർവേഡ് ബ്ലോക്കിലുണ്ടായിരുന്ന അംഗങ്ങളെ ആന്റി നാഷണൽസ് അഥവാ ദേശവിരുദ്ധർ
എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ജീവൻ പണയം വെച്ച് പോരാടിയ 10,000-കണക്കിന് ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആനയിച്ച ഒരു പ്രമുഖ നേതാവിനെക്കുറിച്ചാണ്, പ്രിൻസ് എമംഗ് പാട്രിയറ്റ്സ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ഒരു നേതാവിനെക്കുറിച്ചാണ് അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹി എന്ന് വിളിച്ചത്. അനന്തൻ നായർ എന്ന ഹിന്ദുവിനെയും വക്കം അബ്ദുൽ ഖാദർ എന്ന മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിലേറ്റി അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറിയില്ല, മാപ്പെഴുതി കൊടുത്തില്ല സാർ. അവർ എവിടെയും പിന്മാറിയില്ല, അവർ ആരുടെയും ചെരുപ്പ് നക്കുകയില്ല. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. ഇനി ഖാദറും അനന്തരും തൂക്കിലേറ്റപ്പെട്ട തീയതി നമ്മൾ ഓർക്കുക, 1943 സെപ്റ്റംബർ മാസം 10-ാം തീയതി. ആ തീയതിക്ക് 2 ആഴ്ച കഴിഞ്ഞ് 1943 സെപ്റ്റംബർ 26-ന് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതേ പീപ്പിൾസ് വാറിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. നേതാജിയെ അപമാനിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ. പന്നിയുടെ മുഖമുള്ള ജപ്പാൻ പ്രീമിയർ ജനറൽ ഹിദക്കി ടോജോയുടെ കയ്യും പിടിച്ച് ഒരു കുറിയ നിസ്സഹായനായ മനുഷ്യനായി നേതാജിയെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ. ജപ്പാന്റെ കയ്യിലെ വെറും കളിപ്പാവയാണ് നേതാജി എന്ന് പരിഹസിക്കുന്ന കാർട്ടൂൺ. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനെ പൂർണ്ണമായും തിരസ്കരിക്കുന്ന ഒരു കാർട്ടൂൺ. ഖാദറും അനന്തനും ഉൾപ്പെട്ട ഈ 4 പോരാളികളുടെ രക്തം ഉണങ്ങുന്നതിന് മുമ്പ് അവരുടെ നേതാവിനെ പരിഹസിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഉളുപ്പില്ലായ്മ വ്യക്തമാക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ജർമ്മൻ മന്ത്രി യോസഫ് ഗീബൽസിന്റെ കയ്യിലെ പൂച്ചയായി അവർ നേതാജിയെ ചിത്രീകരിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ടോജോയുടെ വെറും മുഖംമൂടിയായി അദ്ദേഹത്തിനെ ചിത്രീകരിച്ചു. പട്ടിണി കിടക്കുന്ന ഇന്ത്യക്കാരുടെ തലയിൽ വീഴുന്ന ബോംബായി അദ്ദേഹത്തിനെ ചിത്രീകരിച്ചു. ജപ്പാന്റെ സംരക്ഷണത്തിൽ ഒരു മരത്തിൽ കയറി സൂക്ഷ്മദർശിനിയിലൂടെ ഇന്ത്യയിലേക്ക് നോക്കുന്ന ഭീരുവായി അദ്ദേഹത്തിനെ ചിത്രീകരിച്ചു. തോക്കും ബോംബും ഒക്കെ കയ്യിൽ ഏന്തി വരുന്ന ടോജോയെ വഹിക്കുന്ന കഴുതയായിട്ട് പോലും നേതാജിയെ അവർ ചിത്രീകരിച്ചു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, മറച്ചുവെക്കപ്പെട്ട ചരിത്രം, പറയാൻ അധികമാരും തയ്യാറാകാത്ത ചരിത്രം. ഇന്ന് അതേ പാർട്ടിയുടെ പിൻതലമുറയിലുള്ള ശ്രീ എ റഹീം നേതാജിയുടെ പോരാളികളുടെ ത്യാഗം വാഴ്ത്തി പാർലമെന്റിൽ കണ്ണീരൊഴുക്കുന്നു. ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുതായിരിക്കും, ഞാൻ ഇല്ലാതായി പോയി. അതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ, സംതൃപ്തി മാത്രമേ ഉള്ളൂ. ആ ത്യാഗം വാഴ്ത്തപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്. വക്കം അബ്ദുൽ ഖാദറിനെയും അനന്തൻ നായരെയും കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് അവരുടെ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചതിന്, അദ്ദേഹത്തിനെ കാർട്ടൂണുകളിലൂടെ നിരന്തരം അപമാനിച്ചതിന്, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യത്തിനെ പൂർണ്ണമായും അവഗണിച്ചതിന് നിങ്ങൾ മാപ്പ് പറയണം. ചരിത്രത്തെ അങ്ങനെ സൗകര്യം പോലെ ഓർക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ശ്രീ റഹീം. ത്യാഗം വാഴ്ത്താൻ എളുപ്പമാണ്, വികാരാധീനനാകാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ പൂർവികർ അവർ ചെയ്ത അപമാനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. നേതാജിക്ക് ജയ് വിളിച്ച്, ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച്, വന്ദേമാതരം ചൊല്ലി കഴുമരത്തിലേറിയ 4 പോരാളികളെ ഓർക്കാൻ, അവരെക്കുറിച്ച് സംസാരിക്കാൻ, അവർക്കായി വികാരം കൊള്ളാൻ നമ്മുടെ നാട്ടിൽ ആർക്കും അവകാശമുണ്ട്. എല്ലാവരും അത് ചെയ്യണം. പക്ഷേ ആ അവകാശം നേടിയെടുക്കേണ്ടത് സത്യസന്ധതയിലൂടെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാജിയോട് കാട്ടിയ പരമമായ നിന്ദയ്ക്ക് അവരാദ്യം മാപ്പ് പറയണം. എന്നിട്ട് വേണം ആ പോരാളികളുടെ ത്യാഗത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുന്നത്. കാരണം ചരിത്രം ഇത് മറക്കില്ല, മറക്കാൻ നമ്മളാരും അനുവദിക്കുകയുമില്ല. അയ്യോ